മസാല ബോണ്ടിൽ ഫെമ ചട്ടം ലംഘിച്ചു മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് വന്നതിന് പിന്നാലെ കേരളത്തിൽ സജീവ ചർച്ചകളാണ്. ഇ ഡി നോട്ടീസും ചർച്ചയാവുകയാണ്. മസാല ബോണ്ടും ഭൂമി വാങ്ങലെന്ന് ഇ ഡി, ഏറ്റെടുക്കലെന്ന് കിഫ്ബി. ഉയർന്ന പലിശയുള്ള ബോണ്ട് വഴി ആർക്കെല്ലാം ലാഭമുണ്ടായി? പ്രതിപക്ഷം ആയുധമാക്കുന്നത് മസാല ബോണ്ടിലെ ദുരൂഹത. ഒരു നോട്ടീസ് അയക്കുന്നു, മോൾക്കും മോനും അയച്ച പോലെ സഖാവിന്റെ സ്വന്തം ഇ ഡി. പരിഹാസവുമായി സന്ദീപ് വാര്യർ. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നോട്ടീസ് നൽകിയത്. ശനിയാഴ്ചയാണ് നോട്ടീസ് നൽകിയത്. വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകി ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്കായി വിനിയോഗിച്ചത് ചട്ടലംഘനമാണെന്നാണ് ഇ ഡി പറയുന്നത്. 2019 10% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി. 2150 കോടിയാണ് കിഫ്ബി സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് 2 തവണ നോട്ടീസ് നൽകിയിരുന്നു. വലിയ ഗൂഢാലോചനയാണ് മസാല ബോണ്ട് വിഷയത്തിൽ നടന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിലും കുറച്ച് പലിശയ്ക്ക് കേരളത്തിൽ വായ്പ കിട്ടുമായിരുന്നു. മസാല ബോണ്ട് അപകടമെന്ന് നേരത്തെ പറഞ്ഞതാണ്. ലാവ്ലിൻ കമ്പനിയുമായുള്ള ഡീലാണ് നടന്നത്. ലാവ്ലിൻ കമ്പനിക്ക് ഷെയറുള്ള സ്ഥാപനത്തിന് ബോണ്ടുകൾ വിൽക്കുന്നത് ദുരൂഹമാണെന്നും അന്ന് പറഞ്ഞിരുന്നു. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനത്ത് ഈ രീതിയിൽ പണം സമാഹരിക്കാൻ കഴിയില്ല. വലിയ സാമ്പത്തിക ലാഭം ചിലർക്കുണ്ടായിട്ടുണ്ട്. നോട്ടീസ് കൊടുത്തത് ശരിയായ നടപടിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടെ ഇ ഡി നോട്ടീസ് കിട്ടുന്നുണ്ടെന്നും അത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി.ജെ.പി. അനുകൂല നിലപാട് എടുപ്പിക്കാനാണെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ആര് പൊക്കിയാലും കേരളത്തിൽ ബി.ജെ.പി. പൊങ്ങില്ല. ഇടയ്ക്ക് ഇ ഡി നോട്ടീസ് അയക്കും, പിന്നീട് അങ്ങനെ തന്നെ കെട്ടുപോകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് സമയത്തെ സ്ഥിരം കലാപരിപാടിയാണ് ഇ ഡി നടത്തുന്നതെന്ന് മുൻമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. മസാല ബോണ്ട് സംബന്ധിച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കുകയാണ്. യു.ഡി.എഫിനും ബി.ജെ.പിക്കും വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഇ ഡി ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയൊക്കെ പണമിടപാട് നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കാലം തടയുമെന്നായിരിക്കും അവർ കരുതുന്നത്. അതുകൊണ്ടാണ് ഒരു അർത്ഥവുമില്ലാത്ത നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. മസാല ബോണ്ട് വഴി വിദേശത്തു നിന്നും സമാഹരിച്ച പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങാൻ പാടില്ലെന്ന വിദേശ വാണിജ്യ വായ്പാ നയം ലംഘിച്ചുവെന്നതാണ് കിഫ്ബിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇ ഡി അയച്ച നോട്ടീസിലുള്ളത്. ലാൻഡ് പർച്ചേസ് അഥവാ ഭൂമി വാങ്ങലും ലാൻഡ് അക്വിസിഷൻ അഥവാ ഭൂമി ഏറ്റെടുക്കലും രണ്ടാണെന്നും മസാല ബോണ്ട് ഉപയോഗിച്ച് കിഫ്ബി ചെയ്തത് ഭൂമി ഏറ്റെടുക്കലാണെന്നും സർക്കാർ വാദിക്കുന്നു. വിദേശത്തു നിന്നും മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ചട്ടം ലംഘിച്ച് ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചുവെന്നതാണ് കിഫ്ബിക്കെതിരെയുള്ള ഇ ഡിയുടെ കണ്ടെത്തലെങ്കിലും പ്രതിപക്ഷം ആയുധമാക്കുന്നത് മസാല ബോണ്ടിലെ ദുരൂഹത. കുറഞ്ഞ പലിശയ്ക്ക് വിദേശ വായ്പ കിട്ടുമെന്നിരിക്കെ 10% പലിശയ്ക്ക് പുറപ്പെടുവിച്ച മസാല ബോണ്ട് ആരെല്ലാം വാങ്ങിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നാണ് ആവശ്യം. SNC ലാവ്ലിൻ കമ്പനിയിൽ ഓഹരിയുള്ള കാനഡയിലെ കമ്പനി മസാല ബോണ്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് മുൻപ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണം തന്നെയാണ് പുതിയ സാഹചര്യത്തിലും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇ ഡി രാഷ്ട്രീയമായി വിരട്ടുന്നുവെന്നാണ് CPM-ന്റെ വാദമെങ്കിൽ ഇപ്പോഴത്തെ നോട്ടീസ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി തന്നെയാണ് പ്രതിപക്ഷവും കാണുന്നത്. പക്ഷെ ബി.ജെ.പിയുമായി രഹസ്യധാരണയില്ല എന്ന കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനുള്ള CPM-BJP നാടകം എന്ന രൂപത്തിലാണ് കാണുന്നതെന്ന് മാത്രം. ലാവ്ലിൻ, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ കേസുകളിലെല്ലാം കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാരും മുഖ്യമന്ത്രിയുമായി അന്തർധാര തുടരുന്നുവെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇ ഡി നേരത്തെ നൽകിയ നോട്ടീസുകൾക്ക് തുടർച്ചയുണ്ടായില്ല. ആ നിലയ്ക്ക് ഈ നോട്ടീസിനെയും ഗൗരവത്തോടെ പ്രതിപക്ഷം കാണുന്നില്ല. മസാല ബോണ്ട് വഴി വാങ്ങിയ 2150 കോടി രൂപ നിശ്ചിത സമയപരിധിക്കകം തന്നെ 9.72% പലിശയോടെ സർക്കാർ തിരിച്ചടച്ചു. ഈ പലിശ ഇടപാടിലൂടെ നേട്ടമുണ്ടായവരിലൊന്ന് SNC ലാവ്ലിനിൽ ഓഹരി പങ്കാളിത്തമുള്ള കനേഡിയൻ കമ്പനിയാണെന്നും ഇതിലെ ദുരൂഹതയാണ് പുറത്തു വരേണ്ടതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഒരു നോട്ടീസ് അയക്കുന്നു, മകൾക്കും മകനും അയച്ച പോലെ സഖാവിന്റെ സ്വന്തം ഇ ഡി എന്ന പരിഹാസവുമായി സന്ദീപ് വാര്യർ. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി നോട്ടീസ് അയച്ചതിനെ പരിഹസിച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ് ജി വാര്യർ മകനും മകൾക്കും അയച്ചതുപോലെ ഇതും കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ള ഒരു നോട്ടീസാണെന്നും കാര്യമാക്കേണ്ടതില്ലെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇ ഡി മുഖ്യമന്ത്രിക്ക് അയച്ച നോട്ടീസ് എന്ന നിലയ്ക്കാണ് പരിഹാസ പോസ്റ്റ് ഇട്ടത്. സസ്നേഹം സഖാവിന്റെ സ്വന്തം ഇ ഡി എന്ന ആശംസയോടെയാണ് കത്ത് മാതൃകയിൽ തയ്യാറാക്കിയ പോസ്റ്റ് അവസാനിക്കുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിക്ക് ഇ ഡിയുടെ നോട്ടീസ് കിട്ടി.
പ്രിയപ്പെട്ട സഖാവെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു നോട്ടീസ് അയക്കുന്നു. മോൾക്കും മോനും അയച്ച പോലെ ഒരു നോട്ടീസ്. കരുവന്നൂരിലെ ലൈഫ് മിഷനിലെ മാസപ്പടിയിലെ പോലെ കണ്ണിൽ പൊടിയിടാൻ മാത്രം കാര്യാക്കണ്ട. സസ്നേഹം സഖാവിന്റെ സ്വന്തം മീഡി എന്നാണ് പോസ്റ്റ്. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി സിഇഒ KM എബ്രഹാം എന്നിവർക്കും നോട്ടീസ് നൽകിയതായാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡനത്തിനിരയായ യുവതിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. യുവതിയെ തിരിച്ചറിയും വിധം സാമൂഹിക മാധ്യമ പേജിൽ പോസ്റ്റ് പങ്കുവച്ചതാണ് സന്ദീപിനെ കുരുക്കിയത്. യുവതിയെ തിരിച്ചറിയുന്ന വിധത്തിൽ യൂട്യൂബിൽ പരാമർശം നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. അതേസമയം പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സന്ദീപ് വാര്യരുടെ നിലപാട്.